അപ്പൊ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ കബളിപ്പിക്കരുത്, ദീനിനെ കബളിപ്പിക്കരുത്. അതായത് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അത് സമ്മതിക്കും. പക്ഷെ അതിന് കുറച്ച് പേര് മാറ്റിയിട്ടാലോ ഒരു കുഴപ്പമില്ല അല്ലേ? ഒരു അന്യ പുരുഷന്റെ തോളിലും കൈയിട്ട് ഇങ്ങനെ നടക്കുക, അത് ബെസ്റ്റിയാണ്, അതിന്റെ ഫ്രണ്ട്സാണ് അല്ലേ? അല്ലെങ്കിൽ സീസൺഷിപ്പാണ്, സിറ്റുവേഷൻഷിപ്പാണ്, ഹുക്കപ്പാണ്, ഇങ്ങനത്തെ ഓരോ പേരണ്ട് ഇട്ടാ പിന്നെ ഒക്കെ ഉണ്ടായിന്ന. ഇതൊക്കെ അള്ളാനെ വഞ്ചിക്കണ പരിപാടി നല്ലതാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാഴ്ചപ്പാടിൽ കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ അത്തരം ഭാരങ്ങളിൽ നിന്ന്, അത്തരം ചങ്ങലകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമ്മേളനത്തെ വ്യതിരക്തമാക്കുന്നത്. അതാണ് വിസ്ഡം ഗേൾസ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും ഈ പറയുന്ന കാഴ്ചപ്പാടൊന്നും അല്ല ശരി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശനാത്മകമായി തന്നെ പഠിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചോളി, ഖുർആൻ പറഞ്ഞൊരു കാര്യം സത്യമായിട്ട് ഇവിടെ പുലർന്നിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് ആദ്യം പറഞ്ഞ ആൾക്കാർ പിന്നെ അതിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ സംഭവങ്ങൾ. ഇപ്പൊ ഇന്നലത്തെ വാർത്ത കണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയുടെ വാർത്തയാണ്. ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടായാൽ 40,000 രൂപ സർക്കാർ കൊടുക്കുന്നു. 40,000 രൂപ. എന്താ വിഷയം എന്നറിയോ? ഇപ്പൊ കുട്ടികളില്ല. അപ്പോ പിന്നെ രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധി വരികയാണ്. ഈ കുട്ടികൾ ഇല്ലാതായി മാറിയത് എന്തുകൊണ്ടാ? ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഒരു തിയറി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് ആളുകൾ എണ്ണം കൂടിയാൽ എന്താവും? ആകെ പട്ടിണിയാവും, കുഴപ്പമാവും. അതാണ് മാൽത്തൂസിയൻ തിയറി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക സാമ്പത്തിക ശാസ്ത്രത്തിൽ. നമ്മൾ സ്കൂളിൽ അസംബ്ലിയിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല ഈ സന്ദേശം. ജനസംഖ്യ ഭയങ്കര അപകടമാണ്. അവിടെ അങ്ങനെ ആ ബോധം അത് ബോധവൽക്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? ആൾക്കാർ കുറഞ്ഞപ്പോൾ മുതിർന്ന ആൾക്കാരെ നോക്കാൻ ആളില്ല, ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ ആളില്ല, ഓഫീസിൽ ജോലി ചെയ്യാൻ പുതിയ തലമുറ അല്ല, ആകെ കുടുങ്ങിപ്പോ. ഇപ്പൊ രണ്ടാമത് കുട്ടികൾ ഉണ്ടാകണം. അപ്പൊ ഉണ്ടാകാൻ വേണ്ടി ഓഫർ കൊടുക്കുകയാണ്. ഇസ്ലാം എന്താ പറഞ്ഞ്? വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. പട്ടിണി ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരണത് ഞാനാണ്. ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാഴ്ചപ്പാടിക്ക് ലോകം തിരിച്ചു വരികയാണ്. പക്ഷെ അതിനത്ര 10-70 കൊല്ലം ആ തെറ്റിലൂടെ പോയി. ഇപ്പൊ ആ തെറ്റ് തിരുത്തുകയാണ്. ഇതേപോലെ തിരുത്താനുള്ള തെറ്റാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന തെറ്റ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താപ്പോ? അത് എന്റെ തോന്നലാണ് എന്റെ സെക്സ് എന്നാണ്, എന്റെ ലിംഗം എന്നാണ്. എനിക്ക് ആണെന്ന് തോന്നി ഞാനാണ്, എനിക്ക് പെണ്ണ തോന്നി ഞാൻ പെണ്ണ്. അപ്പൊ ഇനി KSRTC ബസ്സിൽ ഇപ്പൊ സ്ത്രീകൾക്ക് പിന്നെ സൗജന്യ ഇത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ UDF ഗവൺമെന്റ്. അപ്പൊ ഇനി സംഭവിക്കാൻ പോണ എന്താ? ഒരാണ് കയറിയിട്ട് പറയണെന്ത്? ഞാൻ കോഴിക്കോട് ഇറങ്ങണത് വരെ പെണ്ണാണ് പറഞ്ഞ കണ്ടക്ടറോട് പറയാ, നിങ്ങൾ കണ്ട ആണാന്ന് സംഗതി ആണെന്ന് തോന്നും, പക്ഷെ ഞാന് കോഴിക്കോട് ഇറങ്ങണത് വരെ പെണ്ണാണ്, എന്റെ തോന്നൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ തിയറി അനുസരിച്ച് അവന് ടിക്കറ്റ് വാങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പത്തെ തിയറി എന്തായാലും ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തിയറി എന്താ? ഇപ്പൊ നിലവില് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ്. അഥവാ ഓരോരുത്തരുടെ തോന്നലുകൾ അയാൾ പറയണത് ഞാൻ പെണ്ണാന്ന് പറഞ്ഞാൽ നിങ്ങളെ സമൂഹം പെണ്ണായിട്ട് അംഗീകരിക്കണം. ഒരാൾ പറയണത് ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ ആണായിട്ട് അംഗീകരിക്കണം. ഇതാണ് തിയറി. വലിയ പുരോഗമനത്തിന്റെ ആൾക്കാർ കൊണ്ടുവന്ന തിയറി. അതൊക്കെ കുടുങ്ങാൻ പോവുകയാണ്.